അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ ആത്മത്തിലെ ഇന്നത്തെ വിഷയം ഇണയും തുണയുമാകുന്ന ദാമ്പത്യം എന്നതിനെക്കുറിച്ചാണ്. അള്ളാഹുവിലും അവൻ്റെ അന്ത്യപ്രവാചകനിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കറിയാം ദാമ്പത്യ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യമാണ് ഇസ്ലാമിൽ ഉള്ളതെന്ന്. ദാമ്പത്യ ജീവിതത്തിനും അതിലൂടെ ഉണ്ടാകുന്ന കുടുംബജീവിതത്തിനും വളരെയധികം പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റമളാനിൽ വിശ്വാസികൾ ഒന്നടങ്കം തനിക്കുണ്ടാവുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും അവൻ്റെ ഇച്ഛക്കനുസരിച്ചും അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചും അവൻ്റെ കൽപ്പനക്കനുസരിച്ചും മാറ്റത്തിരുത്തലിന് വിധേയമാക്കുമ്പോൾ തീർച്ചയായും ദാമ്പത്യ ജീവിതത്തിലെ സൗജ് എന്ന സങ്കല്പം ഇതര സങ്കല്പങ്ങളെ അപേക്ഷിച്ച് മഹത്വവും പവിത്രമായ ഈ സങ്കല്പത്തെക്കുറിച്ചും കൂടി തീർച്ചയായും ഈ സമയം നാം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും ഭാര്യയും ഭർത്താവും ഭരിക്കപ്പെടുന്നവനും ഭരിക്കപ്പെടുന്നവളും എന്നല്ല, ഇണയും തുണയും എന്ന അർത്ഥം വരുന്ന ജീവിത പങ്കാളി ജോഡി എന്ന അർത്ഥം വരുന്ന സൗജ് എന്ന പദമാണ് വിശുദ്ധ ഖുർആനിൽ ഇണയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിൽ ഇതേക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് തീർച്ചയായും നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു എന്നത്. ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് അല്ലെങ്കിൽ അവനിലേക്ക് സമാധാനം കണ്ടെത്തുന്നതിനു വേണ്ടി, ശാന്തി കണ്ടെത്തുന്നതിനു വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും പ്രേമവും കാരുണ്യത്തെയും അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് സൂറത്തുർ റൂമിലെ അള്ളാഹുവിൻ്റെ ആഹ്വാനം. നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്നത് പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ആയത്തുകളിൽ അവൻ സൂചിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തന്നെയാണ് ഇണകളാക്കി നിങ്ങളെ സൃഷ്ടിച്ചു എന്നത്. ഒരിക്കലും ഒരു മനുഷ്യനെ ഒരൊറ്റയാളായിട്ടല്ല അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂമിയിൽ മനുഷ്യരെന്ന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങളിലൊക്കെയും ഈ ഒരു ദൃഷ്ടാന്തത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരിലും അള്ളാഹു ഇണകളെയായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഇണ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് അർത്ഥം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അറബി പദത്തിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പരസ്പരം പങ്കാളിയാവുന്നതിനു വേണ്ടി, പരസ്പരം ഇണങ്ങിക്കഴിയുന്നതിനു വേണ്ടി, പരസ്പരം കൂടിച്ചേരുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ഈ ഒരു പദം തന്നെ, അള്ളാഹു സൗജ് എന്ന പദം തന്നെ ഭാര്യ ഭർത്താവ് എന്ന ബന്ധത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഓരോ കല്ലുകളും തീരുമാനിക്കുകയാണ്. യാതൊരു വിധ ചെത്തിമിനുക്കലിനോ പാകപ്പെടുത്തലിനോ അവർ തയ്യാറാവുന്നില്ല എന്ന് ഓരോ കല്ലുകളും തീരുമാനിക്കുകയാണെങ്കിൽ, ഒന്നും ചെത്തിമിനുക്കാൻ അവർ തയ്യാറാവുന്നില്ല എങ്കിൽ നമുക്കറിയാം ഒരു ബിൽഡിംഗ്, ഒരു മനോഹരമായ ഒരു കെട്ടിടം പണിതുയർത്താൻ ഒരിക്കലും സാധ്യമല്ല. ഇതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതവും. വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത ശരീരഘടനയുള്ള, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള രണ്ട് വ്യക്തിത്വങ്ങളെയാണ് അള്ളാഹു ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ ഒരുമിച്ച് കൂട്ടുന്നത്. അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാവും, വ്യത്യസ്ത ശീലങ്ങളും ഉണ്ടാവും. ഈ ഒരു ശീലങ്ങളെ, വ്യത്യസ്ത ശീലങ്ങളെയും സ്വഭാവങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങൾക്കിടയിൽ അള്ളാഹു, ഇണകൾക്കിടയിൽ അള്ളാഹു റഹ്മത്തും മവദ്ദത്തും ഉണ്ടാക്കുന്നു, പ്രണയവും സ്നേഹവും കാരുണ്യവും കനിവും ഉണ്ടാക്കുന്നു എന്നത്. ലൈംഗികതയ്ക്ക് നമുക്കറിയാം മറ്റു ഇതര സംസ്കാരങ്ങളെയൊക്കെയും അപേക്ഷിച്ച് ഇസ്ലാം എന്നത് ലൈംഗികതയെ ഒരു പവിത്രമായ പുണ്യകർമ്മമായിട്ടാണ് കണക്കാക്കുന്നത്. വിവാഹം എന്ന പരിശുദ്ധമായ ഒരു ഉടമ്പടിയിലൂടെയാണ് ലൈംഗിക ബന്ധത്തെ ഇസ്ലാമിക വിശ്വാസപ്രകാരം അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യവും ഇസ്ലാം വളരെ ഹദീസുകളിലും ഖുർആനിക അധ്യാപനങ്ങളിലും വ്യത്യസ്ത രൂപത്തിൽ വരച്ചു കാണിക്കുന്നുണ്ട്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ ഇണകളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹയെക്കുറിച്ച്
ആദ്യമായി ഹിറാ ഗുഹയിൽ വെച്ച് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയവിഹ്വലനായ അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും ജമ്മിലൂനി യാ ഖദീജ, അല്ലയോ ഖദീജ, നീ എനിക്ക് പുതപ്പിച്ചു തരിക, എൻ്റെ പ്രശ്നത്തിന് നീ പരിഹാരം കാണിച്ചു തരിക, എൻ്റെ ഈ പ്രയാസത്തിൽ നിന്നും നീ എനിക്കൊരു ആശ്വാസമാവുക എന്നതാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയോട് പറയുന്നത്. ഈ ഒരു ഖദീജയാണ് നമുക്ക് പിൽക്കാല ചരിത്രങ്ങളിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇണയും തുണയുമായി ആശ്വാസമായിട്ടുള്ള ഒരു ഇണയെ നമുക്ക് ചരിത്രത്തിലൂടെ കാണുവാൻ സാധിക്കും. ഖദീജ ബീവിയുടെ മരണത്തിന് ശേഷവും ആ മരിച്ച വർഷത്തെ ദുഃഖവർഷമായി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആചരിക്കുകയും പിന്നീട് ഖദീജ ബീവിയുടെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാരികൾക്കും ബലിയെറുത്ത് മാംസം വിതരണം ചെയ്യുന്ന പ്രവാചകനെയും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ വ്യത്യസ്ത ഹദീസുകളിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബാക്കളോട് പറയുകയുണ്ടായി, നിങ്ങളിൽ ഏറ്റവും ഉത്തമ മനുഷ്യൻ ആരെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയുക, നിങ്ങളിൽ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ പെരുമാറുന്നവനാണ് എന്നതാണ്. ഇതേ ഒരു രീതി തന്നെയാണ് സത്യവിശ്വാസിനികളോടും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിൽ തീർച്ചയായും സത്യവിശ്വാസികളിൽ ഉത്തമ ഭാര്യ എന്നത് ഭർത്താവിനെ കാണുമ്പോൾ കൺകുളിർമയേകുന്ന, അവനെ സന്തോഷിപ്പിക്കുന്ന, അവനെ അനുസരിക്കുകയും ചെയ്യുന്ന ഭാര്യയെയാണ് യഥാർത്ഥത്തിൽ ഉത്തമ ഭാര്യയായിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊരു ഒത്തൊരുമയുടെ, കൂട്ടുത്തരവാദിത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും നല്ല ഒരു കാവ്യാത്മകമായ ഒരു സമീപനമാണ് തീർച്ചയായും ദാമ്പത്യ ജീവിതത്തെ ഇസ്ലാം സമീപിക്കുന്നത്. ഇവിടെ ഈഗോ പ്രശ്നമില്ല, ഞാൻ വലുതാണോ ഞാൻ ചെറുതാണോ എന്നതല്ല ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിലെ ചർച്ചകൾ. നിങ്ങളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതോ അപ്രധാനമോ ആവട്ടെ, നിങ്ങളൊരു തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്ത് ഷൂറ എന്ന സംവിധാനത്തിലൂടെ മക്കളെ കൂടി, അത് കുഞ്ഞുമക്കളാവട്ടെ വലിയ മക്കളാവട്ടെ, നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും ജനാധിപത്യ സ്വഭാവത്തിൽ പരസ്പരം ആശയങ്ങൾ കൈമാറുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ രീതി കൽപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ റമളാൻ മാസത്തിൽ ലഅല്ലക്കും തത്തഖൂൻ എന്ന അള്ളാഹുവിൻ്റെ ഒരു പദമുണ്ട്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് നിങ്ങൾ മുത്തക്കികളാകുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നതാണ്. ഇവിടെ മുത്തക്കി എന്ന ഒരു പദത്തിന് നമുക്കറിയാം വ്യത്യസ്ത അർത്ഥങ്ങൾ. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല ഒരു മനുഷ്യനെയാണ് മുത്തക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലും ഇണയും തുണയുമായിട്ടുള്ള ജീവിതത്തിലും തീർച്ചയായും മുത്തക്കി എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പരസ്പരം വിട്ടുവീഴ്ചയും ക്ഷമയും കാരുണ്യവും സഹാനുഭൂതിയും പരസ്പരം പങ്കുവെക്കലുകളുമാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരിക്കേണ്ട, ഒരു മുത്തക്കിക്കുണ്ടായിരിക്കേണ്ട സ്വഭാവഗുണം. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതവും ഇത്തരം ഒരു മുത്തക്കിയായിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കപ്പെട്ട ഇണകളിൽ ഉൾപ്പെടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് പ്രേരിതമാവട്ടെ ഈ റമളാൻ മാസമെന്നും അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.